എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ചെറിയൊരു കഥ പറയണത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും നമ്മുടെ ഓരോരോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതിൻ്റെ മെയിൻ കാരണമാണ്. ബാംഗ്ലൂര് കുറേ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ അവരുടെ പ്രൊഫസറിനെ കാണാനല്ല, ഒരു ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ അതിന് വിളിച്ചപ്പോൾ ഒരു 10-30 പേരുണ്ട്. 10-30 പേര് പ്രൊഫസറുടെ അവിടേക്ക് ചെന്നു. അവർ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തു. പ്രൊഫസർ ചോദിച്ചു, എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതം, കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും ഓരോരോ പരാതി, ഒരാൾക്ക് ഓരോരോ പരാതിയാണ്. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, ഭയങ്കര പ്രശ്നങ്ങളാണ് സാറേ, കുറേ പ്രശ്നങ്ങളുണ്ട്, ജോലിയിൽ കുറേ പ്രശ്നങ്ങൾ, പിന്നെ വീട്ടിൽ ഭാര്യയ്ക്ക് ഭാര്യനെ ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, മക്കളെ ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല പറഞ്ഞിട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എല്ലാവരും പറയുന്നത് ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ പ്രൊഫസർ എല്ലാവരും അത് കേട്ടു. അപ്പോൾ പ്രൊഫസർ പറഞ്ഞു, നമുക്ക് എന്തായാലും ഒരു കാപ്പി കുടിക്കാം എന്നൊക്കെ പറഞ്ഞു. അവരെല്ലാവരും ക്ഷണിച്ചിട്ടുള്ളതല്ലേ. പ്രൊഫസർ പറഞ്ഞു, ഞാൻ തന്നെ കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന്. അങ്ങനെ പ്രൊഫസർ കാപ്പിയൊക്കെ നന്നാക്കി ഉണ്ടാക്കി കുറേ തരം ഗ്ലാസ്സുകൾ വെച്ചു. കടലാസിൻ്റെ ഗ്ലാസ്, ചില്ലിൻ്റെ ഗ്ലാസ്, സ്വർണത്തിൻ്റെ, അങ്ങനെയുള്ള ഭയങ്കര ഡിസൈനുള്ള നല്ല ഭംഗിയുള്ള ഗ്ലാസ്സുകൾ, ഇതൊക്കെ വെച്ചു. അവിടെ വെച്ചിട്ട് കാപ്പി പറഞ്ഞു, എല്ലാവരും കാപ്പി കുടിക്കുക, എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കാപ്പി കുടിച്ചെടുത്ത് കഴിച്ചു. അപ്പോൾ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം പ്രൊഫസർ ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതാണ്, എന്താണ്? പലതരം ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്, കടലാസിൻ്റെ ഉണ്ട്, ചില്ലിൻ്റെ ഉണ്ട്, അങ്ങനെയുണ്ട്. അപ്പം എല്ലാവരും സ്വർണ്ണ കളറുള്ള നല്ല കപ്പാണ് എടുത്തത് ചായ കുടിച്ചത്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മെയിൻ കാരണം ഇതാണ്. കാപ്പി നല്ല ഗ്ലാസ്സിൽ വെച്ചോ, അല്ലെങ്കിൽ കടലാസിൻ്റെ ഗ്ലാസ്സിൽ വെച്ചോ, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ വെച്ചോ, ഒരു വ്യത്യാസവും വരുന്നില്ല. മനസ്സിലാക്കണം, കറക്റ്റായിട്ട് മനസ്സിലാക്കണം, ഒരു വ്യത്യാസവും ഇല്ല. അപ്പം എല്ലാവരും 10-30 ആളും ഉപയോഗിച്ചത് എന്താണ്? ഈ ഗ്ലാസ്സാണ്, സ്വർണ്ണ കളറുള്ള നല്ല ഗ്ലാസ്സാണ് ഉപയോഗിച്ചത്. കാപ്പി നല്ലതല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിൽ വെച്ചിട്ടും ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. ഈ മനസ്സ് എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ചിന്താഗതിയുടെയാണ്. നമ്മളെപ്പോഴും നല്ല ചിന്താഗതിയിൽ വെക്കുമ്പോൾ അത് ഭഗവാനോട് അടുത്ത് നിൽക്കണം. പൊട്ട ചിന്താഗതിയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ പൊട്ട ചിന്താഗതിയോട് കൂടിയിട്ടാണ് നമ്മുടെ മനസ്സ് നിൽക്കുന്നത്. മനസ്സിലായ? അതുപോലെ നമ്മുടെ മനസ്സിന് എല്ലാവർക്കും ജീവിതത്തിൽ ഓരോ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് തലവേദന കൊണ്ട് ഇരിക്കുക, തലവേദന മിണ്ടാൻ പറ്റുന്നില്ല, അത്രയും തലവേദന ആയിട്ടിരിക്കണം. ആ സമയത്ത് അവരുടെ മക്കൾ ഗൾഫിൽ നിന്ന് വരികയാണ്, പറയാതെ അറിയിക്കാതെ. അപ്പോൾ ആ മോനായിട്ട് സംസാരിക്കലും കെട്ടിപ്പിടിക്കലും ഇതൊക്കെ ആകുമ്പോൾ എന്തുണ്ടാവണം? ആ തലവേദന മാറി. അതിനായിട്ട് മുന്നേ മിണ്ടാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ഫുള്ള് തലവേദനയായിരുന്നു എന്ന് പറഞ്ഞ ആളാണ് ഇങ്ങനെ തലവേദന മാറിയത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ, ഭാരത സംസ്കാരത്തിൽ നമ്മുടെ മുനിശ്രേഷ്ഠന്മാർ പറയുന്ന കാര്യം വെച്ചാൽ, നമുക്ക് വരാനുള്ളവർക്ക് വരും, അതിന് യാതൊരു തടയില്ല. നമുക്ക് മനസ്സിനെ അവിടുന്ന് മാറ്റാം. സ്വാമി വിവേകാനന്ദജിയുടെ ഗുരു ശ്രീരാമ പരമഹംസർക്ക്
ക്യാൻസർ ആയിരുന്നു അസുഖം. ആളതിൻ്റെതായ യാതൊരു വേദനയും അനുഭവിച്ചിട്ടില്ല. കാരണം അവർക്ക് മനസ്സിനെ മാറ്റാൻ സാധിക്കും അവിടുന്ന്. അപ്പോൾ നമ്മൾ ഏറ്റവും മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ മനസ്സിനെ ക്ലിയർ ആയിട്ട് കൊണ്ടുപോവുക, നല്ല പോസിറ്റീവ് മൈൻഡായിട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമ്മൾ ഭഗവാനോട് ലയിച്ച് നിൽക്കും. നന്ദി, നമസ്കാരം.